എല്ലാവരെയും ആശ്ചര്യപ്പെടുത്തുന്ന നിലപാടുകളാണ് സമീപ നാളുകളിൽ ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ചിട്ടുള്ളത്. തികച്ചും ഒരു മനുഷ്യൻ എന്ന് വിളിക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാത്തിലും ബിസിനസ് കാണുന്ന ബന്ധങ്ങളിൽ, രാജ്യങ്ങൾ തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളിൽ എല്ലാത്തിലും ബിസിനസ് മാത്രം കാണുന്ന ഒരു ഒരു കുത്തക മുതലാളി മാത്രമായി ചുരുങ്ങുന്ന ഒരു മനുഷ്യനെന്ന് വിളിക്കാൻ പോലും യോഗ്യതയില്ലാത്തവനാണ് താനെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണല്ലോ ട്രംപ്. ആ ട്രംപ് ഇപ്പോൾ ബലൂചിസ്ഥാനിൽ കണ്ണുവച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. യുറേഷ്യൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതായത് ബലൂചിസ്ഥാനിൽ എന്താണ് ചൈനയുടെ താല്പര്യങ്ങളെന്ന് ചോദിച്ചാൽ, ഈ ബലൂചിസ്ഥാനിൽ ഒരുപാട് മിനറൽസ് അല്ലെങ്കിൽ പ്രകൃതി നിക്ഷേപങ്ങൾ, അപൂർവമായിട്ടുള്ള ധാരാളം ധാതുക്കളുടെയൊക്കെ നിക്ഷേപം ഈ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലുണ്ട്. അതില് നമ്മുടെ ട്രംപ് നോട്ടമിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചൈനയ്ക്കെതിരായിട്ട് ബലൂചിസ്ഥാനിൽ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ ഭാഗത്തു നിന്ന് ശക്തമായ രീതിയിലുള്ള ഒരു പ്രതികരണം ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടതാണ്. അതായത് ചൈനീസ് ഇൻഫ്രാസ്ട്രക്ചർ, ചൈനീസ് നിർമ്മാണങ്ങൾ, ചൈനക്കാരെയൊക്കെ അവർ ആക്രമിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തി. ബലൂചിസ്ഥാനിലെ വിഭവങ്ങൾ കൊള്ളയടിച്ചുകൊണ്ട് ചൈനയും പാകിസ്ഥാനും വളരുന്നു എന്നതാണ് ബലൂചികൾ ആരോപിക്കുന്നത്. അപ്പോൾ സ്വതന്ത്ര ബലൂച്ച് രാജ്യത്തിന് വേണ്ടി അവർ മുറവിളി കൂട്ടുന്നു, അവർ സ്വയം അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ UN അടക്കം അതിൽ അവർക്ക് സപ്പോർട്ട് നൽകേണ്ടതുണ്ട്. US ഉൾപ്പെടെയുള്ള UN രക്ഷാസമിതി അംഗങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതത്ര എളുപ്പമല്ല. അതാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ബലൂചികൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പൊരുതിയാലും ആ സ്വാതന്ത്ര്യം അവർക്ക് കിട്ടുമോ എന്നത്, ഔദ്യോഗികമായി കിട്ടുമോ എന്നത് കാത്തിരുന്ന് കാണണം. ഇപ്പോഴും തായ്വാനെ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കാത്ത ലോകമാണ് നമ്മുടേത് എന്നത് ആരും വിസ്മരിക്കരുത്. അപ്പോൾ ബലൂചിസ്ഥാനെ സ്വതന്ത്രമായിട്ട് ഇന്ന് നിലനിൽക്കാൻ അവർക്ക് കഴിയുമെന്ന് അവർ പറയുന്നു. അവർക്ക് പാർലമെന്റ് ഉണ്ട്, അവർക്ക് പതാകയുണ്ട്, എംബ്ലമുണ്ട്, ദേശീയ ഗാനമുണ്ട്, അവരുടേതായ സൈന്യത്തെ ഉണ്ടാക്കുന്നു. അങ്ങനെ അവർ പൂർണ്ണമായും സ്വതന്ത്രവാദികളായി മാറുമ്പോഴും സ്വാതന്ത്ര്യത്തിനായിട്ട് അവർ ഉറക്കെ നിലവിളിക്കുമ്പോഴും അത് അമേരിക്ക പോലും കാണാതിരിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ബലൂചിസ്ഥാനിൽ ഉള്ള അപൂർവമായിട്ടുള്ള ധാരാളം പ്രകൃതി നിക്ഷേപങ്ങൾ തന്നെയാണ്. അതിൽ ഇനിയുള്ള കാലത്ത് ഏറ്റവും അധികം വേണ്ട ലിഥിയം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളതാണ്. ലിഥിയമുണ്ട്, റെയർ എർത്ത് എലമെന്റുകളുടെ നിക്ഷേപം ധാരാളം ബലൂചിസ്ഥാനിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ റെയർ എർത്ത് എലമെന്റുകൾ പ്രധാനമായിട്ടും ഹൈടെക് ഇൻഡസ്ട്രികൾക്ക് ആവശ്യമാണ്, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്, ഡിഫൻസ് എക്യുപ്മെന്റ്സിന്റെ നിർമ്മാണത്തിന് ആവശ്യമാണ്, റിന്യൂവബിൾ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ആവശ്യമാണ്. അങ്ങനെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ റെയർ എർത്ത് എലമെന്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ലിഥിയം ബാറ്ററികൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ധാരാളം എണ്ണ നിക്ഷേപവും ബലൂച്ച് പ്രവിശ്യയിലുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ണുവെച്ചുകൊണ്ട് ചൈന ആദ്യമേ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയി. പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ സഹായത്തോടെ അതിനെതിരെയാണ് വളരെ ശക്തമായ പ്രതിഷേധം അവിടെ ഉണ്ടായത്. ഇപ്പോൾ അമേരിക്കയും അതിൽ കണ്ണുവെക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഏറെക്കുറെ ശരിയാണെന്ന് കരുതാൻ കഴിയും നമുക്ക്. രണ്ടാമത്തെ ഒരു കാരണം, ഈ ബലൂജ് പ്രവിശ്യയിൽ അമേരിക്ക നോട്ടമിടാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ ആണവ ശക്തിയായി മാറാതിരിക്കാനുള്ള എല്ലാ കളികളും ട്രംപ് ഗവൺമെന്റ് കളിക്കുന്നുണ്ട്. രണ്ടാമത്, ഇറാന്റെ കയ്യിൽ അഥവാ ഇനി ആണവായുധം ഉണ്ടാവുകയാണെങ്കിൽ ഇറാനെ കൂടുതൽ നിയന്ത്രിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ഇറാനിൽ ഒരു കണ്ണ് വയ്ക്കാൻ, നിരീക്ഷിക്കാൻ ബലൂചിസ്ഥാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്ന് അമേരിക്ക കാണുന്നുണ്ട്. കാരണം ഇറാനുമായിട്ട് ബലൂചിസ്ഥാന് വലിയ അതിർത്തിയുണ്ട്. ഈ പാകിസ്ഥാനെ അമേരിക്ക ഇപ്പോൾ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ ഒന്ന് ചിലപ്പോൾ ഇറാൻ ആണവായുധം നിർമ്മിക്കാനായിട്ട് നടത്തുന്ന നീക്കങ്ങളെ തടയുക എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ എന്തെങ്കിലും ലക്ഷ്യം നേടാൻ വേണ്ടി തന്നെയാണ് അമേരിക്ക അത് ചെയ്യുന്നത്. ഈ ഒരു റീജിയണിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഒരു കൂട്ടാണ് അല്ലെങ്കിൽ ഒരു പങ്കാളിയാണ്. അതിപ്പോൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ടാണെങ്കിലും, അതിപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടാണെങ്കിലും, നാളെ ഇന്ത്യയുമായോ ചൈനയുമായോ ബന്ധപ്പെട്ടാണെങ്കിലും വളരെ ബുദ്ധിപരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് അമേരിക്കയ്ക്ക് അറിയാം. അവർക്ക് എക്സ്പീരിയൻസും ഉണ്ട്. നാളെ ചിലപ്പോൾ ചൈനയ്ക്കെതിരെ പോലും പാകിസ്ഥാനെ വിദഗ്ധമായിട്ട് അമേരിക്ക ഉപയോഗിക്കും. ഈ ഒരു റീജിയണിൽ അമേരിക്കയുടെ പിടിവള്ളി തന്നെയാണ് പാകിസ്ഥാൻ. നോക്കൂ, പാകിസ്ഥാന്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുമായിട്ട് അതിർത്തിയുണ്ട്, ഇന്ത്യയുമായിട്ട് അതിർത്തിയുണ്ട്, അഫ്ഗാനിസ്ഥാനുമായിട്ട് അതിർത്തിയുണ്ട്, അതോടൊപ്പം ഇറാനുമായിട്ടും അതിർത്തിയുണ്ട്. ഇത്രയും രാജ്യങ്ങളുമായിട്ട് അതിർത്തിയുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. വളരെ കൃത്യമായൊരു ജനാധിപത്യ വ്യവസ്ഥയില്ല, കൃത്യമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമോ ഭരണഘടനയോ ഇല്ല. റൂൾ ഓഫ് ലോ അടക്കം എല്ലാം തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഒരു ക്രെഡിബിലിറ്റി ഇല്ല, ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ്. കൂടുതലും മിലിറ്ററിക്ക് കൺട്രോൾ ഉള്ള ഒരു രാജ്യമാണ്.
അഴിമതിയുടെ കേന്ദ്രമാണ്. മിലിറ്ററിയുടെ കയ്യിൽ പൈസ കൊടുത്താൽ എന്തിനും അവർ തയ്യാറാണ്. രാഷ്ട്രീയമായി ഭരണകൂടങ്ങൾക്ക് യാതൊരു വാല്യൂമില്ല. അന്തിമ തീരുമാനം മിലിറ്ററിക്കാണ്. ആ മിലിറ്ററിയിലാണെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, അമേരിക്കൻ ഇന്റലിജൻസിന് സ്വാധീനമുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു രാജ്യം, പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യം അമേരിക്കയ്ക്ക് വളരെ ആവശ്യമാണ്. നാളെ ഇന്ത്യക്കെതിരെ വേണമെങ്കിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാം, ചൈനയ്ക്കെതിരെ വേണമെങ്കിൽ ചൈനയ്ക്കെതിരെ ഉപയോഗിക്കാം, ഇറാനെതിരെയോ അഫ്ഗാനെതിരെയോ വേണമെങ്കിൽ അവർക്കെതിരെ ഉപയോഗിക്കാം. അപ്പൊ ആ നിലയ്ക്ക് പാകിസ്ഥാന്റെ പ്രാധാന്യം ട്രംപ് അഡ്മിനിസ്ട്രേഷനും മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തായിട്ടുള്ള അവരുടെ പല ഇടപെടലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ട്രംപിനും പുറകിൽ നിന്നുകൊണ്ട് അമേരിക്കയെ അടക്കി ഭരിക്കുന്ന ഡീപ് സ്റ്റേറ്റ് ട്രംപിനെയും തങ്ങളുടെ വരുതിയിൽ കൊണ്ടുവന്നോ എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. ഈ തരത്തിൽ അമേരിക്കയ്ക്ക് പലയിടങ്ങളിലും ഇതുപോലുള്ള ഓരോ അമേരിക്ക കുരുത്തു വെച്ചിരിക്കുന്ന ഓരോ കെണികളുണ്ട്. ഇപ്പോൾ ഇന്ത്യ, ചൈന, ഇറാൻ, അഫ്ഗാൻ പോലുള്ള രാജ്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇവിടെ അവർ നിലനിർത്തിയിട്ടുണ്ട്. ഇസ്രയേലിനെ അവരെപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ അവരുടെ സ്വാധീനം ശക്തമാക്കുവാൻ വേണ്ടിയിട്ടാണ്. ഉത്തര കൊറിയ, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളിൽ ഒരു കണ്ണ് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ജപ്പാൻ, സൗത്ത് കൊറിയ എന്നീ രാജ്യങ്ങളിൽ അമേരിക്ക ശക്തമായൊരു സ്വാധീനം നിലനിർത്തിയിരിക്കുന്നത്. ഈ വിധത്തിൽ അമേരിക്ക ലോകമൊട്ടാകെ ഇത്തരത്തിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല രാജ്യങ്ങളെയും നല്ല രീതിയിലും മോശമായ രീതിയിലുമൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ബലൂചിസ്ഥാനിലും അമേരിക്ക കണ്ണുവയ്ക്കാൻ കാരണം നമുക്കറിയാം, ഉക്രൈനുമായിട്ട് ഇപ്പോൾ ട്രംപ് ഒരു കരാറുണ്ടാക്കി. അവിടെയുള്ള ഈ പ്രകൃതി ദത്തമായിട്ടുള്ള ധാതുക്കളും മെറ്റലും മിനറലും ഒക്കെ ആവശ്യം പോലെ അമേരിക്കയ്ക്ക് ഖനനം ചെയ്തെടുക്കുക എന്നുള്ള ഒരു കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് അറിയാം, ഇന്ന് സപ്ലൈ ചെയിൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെയർ എർത്ത് എലമെന്റ് ഉൾപ്പെടെ കൺട്രോൾ ചെയ്യുന്നത് ചൈനയാണ്. അപ്പോൾ പലപ്പോഴും അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ചൈനയുടെ മേലുള്ള ആ ഒരു ഡിപ്പെൻഡൻസി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റു വഴികൾ US തേടുകയാണ്. അതിന് ബലൂചിസ്ഥാന് അവർക്ക് ആവശ്യമായിട്ടുള്ളൊരു പ്രദേശമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അമേരിക്ക പാകിസ്ഥാനോട് കൂടുതൽ അടുത്ത് നിൽക്കുന്നത് എന്നും നമുക്ക് ന്യായമായും സംശയിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.